ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് മൂന്നാർ ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വൈകിയത് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മ, വാപ്പ, സിസ്റ്റർ ഹസ്ബൻഡ്, ബ്രദർ മാത്രം വന്നില്ല കേട്ടോ. ബാക്കി അവരെ കുട്ടികളെല്ലാവരും കൂടി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. കാരണം ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേറ്റ് പോകേണ്ടി വന്നില്ല. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ളത് കൊണ്ടാണ് വണ്ടി ട്രിപ്പൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വെളുപ്പിനെയൊക്കെ പോകേണ്ടി വരും. അല്ലാതെ നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഏകദേശം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എവിടെ എത്തിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ഓൺ ചെയ്തിട്ട് വീഡിയോ എടുക്കണതാണ്. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളൂ കേട്ടോ. പൊതുവെ എനിക്ക് ഈ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കൂടി എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലോങ് എനിക്ക് ആസ്വദിച്ചൊന്നും പോകാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ മേടിച്ചിട്ട് ക്യാരറ്റ് കണ്ടപ്പോൾ മൂന്നാർ എത്തണേ മുന്നോണെന്ന് തോന്നണം. അപ്പോൾ ക്യാരറ്റ് കണ്ടപ്പോൾ ഫ്രഷ് ക്യാരറ്റ് അങ്ങനെ മേടിച്ച് അത് കഴുകി എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കഴിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഷ്വാക്ക് കൊടുത്തിട്ട് അവളൊന്ന് കടിച്ചിട്ട് എനിക്ക് നീട്ടണതാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ ഇറങ്ങിയത്. ലഞ്ച് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ ഇറങ്ങി. അവിടെ ഈ പറഞ്ഞ പോലെ ബിരിയാണി ഉണ്ട്. പിന്നെ എനിക്ക് ഈ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലമല്ലാത്തടത്ത് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ ബിരിയാണി അങ്ങനെയുള്ളതൊന്നും ഞാൻ കഴിക്കില്ല. മീൻ കറി ആണെങ്കിലും അങ്ങനെയുള്ളതൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ എല്ലാവർക്കും മീൽസ് മതി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്കത് കറികളൊന്നും വലിയൊരു തൃപ്തിയല്ലാത്തതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി കേക്കാണ് കഴിച്ചത്, മാർബിൾ കേക്കില്ലേ, അപ്പോൾ അതാണ് കഴിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമസ്കരിക്കാനുള്ളവർക്ക് അങ്ങനെ നമസ്കരിക്കാനും പള്ളിയിലോട്ട് നമുക്കാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പള്ളി കുറച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കണതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നില്ല. നമ്മൾ വേറൊരു തേയിലത്തോട്ടം, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി എല്ലാവരും കൂടി ഒന്ന് ഒരു ഫാമിലി ഫോട്ടോയും വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടിയിലോട്ട് കയറി. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ് ആദ്യം തന്നെ ഒന്ന് പോയത്. നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ റൂമിലോട്ട് പോകാമെന്നുള്ളതിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം രാവിലെ 11 മണിയാണ്. പക്ഷെ നമ്മൾ ആ സമയത്തൊന്നും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെല്ലാ സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ട് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകാമെന്നുള്ള ഒരു മൈൻഡായിരുന്നു. അപ്പോൾ നമ്മൾ ബൊട്ടാനിക് ഗാർഡനിലോട്ട് പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കൂടി 2-3 പ്രാവശ്യമില്ല, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മൂന്നാറിൽ തന്നെയാണ്. ഞാൻ ഈ വൊമിറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ നേരം തല കുത്തിക്കിടക്കണമായിരിക്കും. ടാബ്ലറ്റ് കഴിച്ചാലും എനിക്ക് തല പൊങ്ങാറില്ല. പിന്നെ ഈ ടാബ്ലറ്റിൻ്റെ മന്നത ഇതൊക്കെ കൊണ്ട് മിക്കപ്പോഴും ഇവിടെ ഈ മൂന്നാറിൽ ഈ ബൊട്ടാനിക് ഗാർഡനിൽ വരുമ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഇറങ്ങാൻ പറ്റാറില്ല. വൊമിറ്റ് ചെയ്ത് ആകെ ഇടങ്ങേറായിട്ടിരിക്കണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി ഈ പൂക്കളുടെ ഇതൊന്നും എനിക്കിങ്ങനെ ആസ്വദിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ മാഷാ അല്ലാഹ് ഇപ്രാവശ്യം പോയപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. വന്നപ്പോഴത്തെ സ്ഥിതി പറയാതിരിക്കണേ ഭേദം. ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് എനിക്ക് ഫുഡ് കഴിച്ച ഉടനെ ഒന്നും വണ്ടിയിലോട്ട് കയറാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പം ഞാനെന്താണെന്ന് അറിയാമോ, കുറേ നാളത്തെ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഛർദ്ദിക്കാതെ കിട്ടിയതല്ലേ, അപ്പോൾ ഒരു ആശ്വാസം. അപ്പം ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ചുറ്റി നടന്ന് ആസ്വദിച്ച് ഞാൻ എല്ലാം ഒന്ന് കണ്ട്. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ ചില പൂക്കൾ കാണുമ്പോൾ പറിക്കാൻ തോന്നും. പക്ഷെ പറിക്കാൻ പാടില്ല. പറിച്ച് കഴിഞ്ഞാൽ 500 രൂപയാണ് ഒരു ഫ്ലവറിന് അവർ മേടിക്കണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഭംഗിയുള്ളതൊക്കെ കാണുമ്പോൾ അവരാണെങ്കിലും പറിക്കാനൊക്കെ പോകും. നല്ല രസമുണ്ടായിട്ടോ കാണാനായിട്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. നമുക്ക് ആ ടൈമൊന്നും പോരാ.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു 6 മണിക്ക് ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിനുള്ളിലൊക്കെ ലൈറ്റ് ആ ടൈം ആകുമ്പോൾ കത്തിക്കും, നല്ല രസം. അത് ഓണാക്കുമ്പോഴാണ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഭംഗി. പിന്നെ ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടില്ല. അപ്പം അത് ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കോ അത് റെഡി ആവുള്ളൂ എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഒരുപാട് സ്ഥലം ഇവിടെ കാണാനുണ്ട്. ഇവിടെ തന്നെ നമുക്ക് എന്താണ് വെള്ളത്തിലിറങ്ങാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പിള്ളേരൊന്നും നമുക്ക് പൂളിൽ ആർമാദിക്കാനുള്ളത് കൊണ്ട് തന്നെ പിള്ളേരൊന്നും ഇവിടെ കാര്യമായിട്ടൊന്നും ഇറക്കിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ ഇറങ്ങി ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് ഇങ്ങോട്ട് കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളും പൂക്കളൊക്കെ ഇല്ലേ, നമ്മൾ ആ ഒരു നമ്മുടെ വീട്ടിൻ്റെ പക്ഷെ നമ്മുടെ നാടിൻ്റെ ക്ലൈമറ്റിലൊന്നും ഇതൊന്നും പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇപ്പോഴെന്നല്ല, മുന്നേ ഇതുപോലെ ഞങ്ങൾ പോയിട്ട് ഇതൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളവിടെ എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ എന്തായാലും കുറച്ച് പാടിയിട്ടുണ്ടാവും. എന്നാലും അത് എന്താ പറയുക, നമ്മൾ ആ ഒരു മണ്ണിനോട് അങ്ങോട്ട് പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ ഈ എന്താ പറയുക തണുപ്പുള്ള ക്ലൈമറ്റിലൊക്കെയാണ് തോന്നുന്നത് ഈ പൂക്കളും ഇതൊക്കെ പെട്ടെന്ന് എന്താ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നമ്മളെ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ പിടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കണ പോലൊന്നും നമ്മളവിടെ പിടിച്ച് കിട്ടാനായിട്ട് പണിയാണ്. അപ്പോൾ അവിടെ ദേ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ മക്കളൊക്കെ ഇരുന്ന് ആടുന്നുണ്ട്. ഞാൻ ഇനി ഊഞ്ഞാലിൽ ആടിയിട്ട് ഇല്ലാത്ത തലവേദന ഇനി വരണ്ടാന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ ഇതുവരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി തലവേദന വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ റിസ്ക് എടുത്തില്ല. അങ്ങനെ നമ്മളത് ഇങ്ങനൊരു വളവ് പോലെയൊക്കെയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാനും ഉമ്മയൊക്കെ ഒരുപാട് കുറേ നടന്ന് ഇങ്ങനെ ആസ്വദിച്ച് കാണണമായിരുന്നു കേട്ടോ. ഉമ്മയും ഈ പറഞ്ഞ പോലെ വൊമിറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഉമ്മക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാഷാ അല്ലാ ഉമ്മ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ട്രിപ്പ് പോവാറുണ്ട്. അപ്പം ഉമ്മ ഫ്രണ്ട്സിനായിട്ടൊക്കെ പറഞ്ഞ പോലെ പോവാറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ വാപ്പാടെ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെയൊക്കെ ആയിട്ട് പോവാറുള്ളത് കൊണ്ട് ഉമ്മ പിന്നെ അനിയത്തിനെ കെട്ടിച്ചതാണെങ്കിലും തൃശ്ശൂരാണ്. അപ്പം അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് അടുപ്പിച്ച് പോയി പോയി ഉമ്മാക്ക് ആ ഒരു ഇതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. മാഷാ അല്ലാ ഇപ്പം അങ്ങനെ വലിയ ഛർദി എന്നല്ല, ഇപ്പം അങ്ങനെ ഛർദ്ദിക്കാറൊന്നുമില്ല. പക്ഷെ ഞാനതല്ല, ഞാൻ ഛർദ്ദിക്കണ പേടിച്ചിട്ട് എവിടെയും പോകാനായിട്ട് പേടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ റിസ്ക് ഒന്നും ഏറ്റെടുക്കില്ല. ശരിക്കും അന്നേരം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബുദ്ധിമുട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് തന്നെ മാറ്റണം എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊന്നും ഞാൻ പേടിച്ച് പിന്മാറുന്നില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോങ് ഒരുപാട് സ്റ്റേജിന് ട്രിപ്പ് വലിയ പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെ പോവാന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് ആണ്. പിന്നെ ഇൻഷാ അല്ലാ എല്ലാ പ്രാവശ്യം വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ എപ്പോഴും വരാം. എല്ലാവരെയും ഞാൻ വൊമിറ്റ് ചെയ്യണ ആളായതുകൊണ്ട് അടുത്ത് എവിടെയെങ്കിലും ഹസ്ബൻഡ് കൊണ്ടുപോകുള്ളൂ. കാരണം ആ ഒരു ദിവസം പോകും നമ്മൾ വണ്ടിയിൽ തലകുത്തി കിടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ വെറുതെ വന്നിട്ട് എന്തിനാണെന്ന് ഉള്ള ചിന്തയിൽ ഈ പറഞ്ഞ പോലെ അടുത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു അരുവി പോലത്തെ അവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, പക്ഷെ നല്ല ക്ലിയർ വാട്ടർ, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പ് ഇറങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, നല്ല അത്യാവശ്യം നല്ല ചൂട്. നമുക്ക് ഇവിടെ വണ്ടിയിൽ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങി പോകാൻ തോന്നുന്നു, അത്ര ചൂടായിരുന്നു. പിന്നെ ഒരു വൈകിട്ടായപ്പോൾ കണ്ട അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങി തുടങ്ങി, മഞ്ഞ് നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഈ വെള്ളത്തിലൊക്കെ താഴുന്ന സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പ്, നല്ലൊരു ആശ്വാസമായിരുന്നു. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇറങ്ങി. പിന്നെ നമുക്ക് പൂളിലോട്ട് പോകേണ്ടതുകൊണ്ട് റൂമിലോട്ടൊക്കെ പോയി പൂളിൽ ആർമാദിക്കാന്നുള്ളതിൽ നമ്മൾ അധികം നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് പോവുകയും ചെയ്തു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഏഴാറ്റുമുഖത്ത് ആ ഒരു ഇതൊക്കെ പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. അതിങ്ങനെ ഒഴുകി പോണതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഒരു ത്രെഡ് പോലെ ഈ കയറ് പോലെ കെട്ടിയിട്ടില്ലേ, അതിനപ്പുറം പോകാൻ പാടില്ല. അവിടം വരെ നമുക്ക് കാലൊക്കെ ഇട്ട് നിൽക്കാനേ പാടുള്ളൂ, കുട്ടികളൊന്നും ഇറക്കാനൊന്നും പാടില്ല. പിന്നെ ഈ പൂക്കൾ കണ്ടപ്പില്ലേ, അനിയത്തിയുടെ കുട്ടികൾക്ക് ഇത് പറിക്കണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അവർക്കത് കുറേ വാശി പിടിച്ച് പിന്നെ നമ്മൾ ഒരു വിധത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന്. പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ വലിയ ആളുകൾക്കാണെങ്കിലും കാണുമ്പോൾ ഒന്ന് പറിക്കാൻ തോന്നിപ്പോവും, അത്ര ഭംഗിയാണല്ലേ കാണാനായിട്ട്. എന്നിട്ട് അവർ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായില്ല, ഒരു വിധത്തിലാണ് ഞങ്ങൾ പറിച്ചുകൊണ്ട് പോകണ പോലെയാണ് കുട്ടികളെ പറിച്ചുകൊണ്ട് പോയത്. ഒരെണ്ണം ഒന്നല്ലല്ലോ പറിക്കണത്, പറിക്കുമ്പോൾ ഒരാൾക്കൊന്നും പോരാ, 3 ഇരിക്കും വേണം. അപ്പം നമ്മൾ അതൊക്കെ നല്ല എന്താ പറയുക നല്ല ആസ്വദിച്ചതിന് ശേഷം നമ്മൾ എത്ര മണിക്കാണ് റൂമിലെത്തിയത് എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല, എന്തായാലും രാത്രി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളവിടെ റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് ബാൽക്കണി സൈഡല്ല നമുക്ക് കിട്ടിയേക്കണ റൂമും കാര്യങ്ങളൊക്കെ താഴെയാണ്. മുകളിലല്ല കിട്ടിയത്. ഞങ്ങൾ ഇടിവെട്ടുണ്ടോ പോയി ബാൽക്കണിയുടെ ആ സൈഡൊക്കെയാണ് നമുക്ക് അവർ കാണിച്ചു തന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ബിസിയായിരുന്നു. കാരണം നമുക്ക് വിളിച്ചിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സ്ഥലത്ത് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടാണ് നമുക്ക് പൂളുള്ളത് എല്ലാവർക്കും വേണം, പൂളുള്ളത് വേണം എന്നുള്ള നിർബന്ധത്തിൽ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ റിസോർട്ട് കിട്ടിയപ്പോഴാണ് അത് മേളിലല്ല നമുക്ക് താഴെയാണ് കിട്ടിയത്. പിന്നെ പൂളുണ്ടല്ലോ അത്ര. അപ്പം നമ്മളത് ഫ്രഷൊക്കെ ആയതിനു ശേഷം പൂളിലോട്ട് ആണുങ്ങളൊക്കെ പൂളിലോട്ട് ഇറങ്ങിയിട്ടാ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായി. ഞാൻ പൂളിൽ ഇറങ്ങാൻ നിന്നില്ല. കാരണം റൂമിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഫാൻ പോലും ഇട്ടില്ല, അത്ര തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ പൂളിലും കൂടി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വിറയലൊക്കെ വരും. എനിക്ക് ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ അധികം ആർമാദിക്കാൻ നിന്നില്ല, ഇറങ്ങിയില്ല, പൂളിൽ ഇറങ്ങിയില്ല. അപ്പം അതിന് ശേഷം നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് റൂമിൻ്റെ മേളിലാണ് കേട്ടോ. റൂമിൻ്റെ മേളിലല്ല, അപ്പുറത്തെ സെക്ഷനിലാണ്, മേളിലായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് വന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചപ്പാത്തിയും നമ്മൾ ഓർഡർ ചെയ്ത ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമക്കറിയില്ലേ അതും പിന്നെ ചിക്കൻ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതാണ് കഴിച്ചത്. കാരണം ഒരുപാട് ഹെവി ആക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ച് കറിയും ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ മഴ സമയത്തൊക്കെ നല്ലോണം പൂത്ത് നിൽക്കണം എന്ന് വെച്ചാൽ ചൂട് സമയം ആയതുകൊണ്ട് നല്ലോണം ഉണങ്ങിപ്പോയിക്കണേ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ആർച്ചിൽ കൂടി നിറച്ച് പൂക്കളൊക്കെ ഇരുന്നു നമുക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്ന ആ ഒരു വീഡിയോയിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ വാടിക്കരിഞ്ഞ് നിൽക്കണം. എനിക്കൊന്ന് ചൂടിൻ്റെ ഒന്നുണ്ടായിരിക്കാം. പിന്നെ അവർ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്ന്. അപ്പോൾ അതൊക്കെ എനിക്ക് അപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. റൂമിലോട്ട് പോയി നമുക്ക് കിട്ടിയ റൂം ഇതാണ് കേട്ടോ. നമ്മൾ എടുത്ത റൂം ഇതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. അപ്പോൾ കപ്പിൾസിന് വെച്ചിട്ടിപ്പോൾ ഞാനും എൻ്റെ മോനും ഹസ്ബൻഡും കൂടി ഈ റൂമിലാണ് സ്റ്റേ ചെയ്തത്. പിന്നെ അനിയത്തിയാണെങ്കിൽ അപ്പുറത്ത്, അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഉമ്മയും വാപ്പയും, അങ്ങനെയാണ് നമ്മൾ റൂമിൽ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇത് രാവിലെ ഒരു 7 മണിക്കത്തെ വ്യൂ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് മാറി അങ്ങനെ നിൽക്കാത്തത് കൊണ്ട് തന്നെ രാത്രി ഒട്ടും ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനതൊക്കെ സ്ഥലമൊക്കെ നമ്മൾ രാത്രിയിലുള്ള എത്തിയത്, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും എല്ലാ സ്ഥലം നോക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്രയും ഭംഗിയും കാര്യങ്ങളൊന്നും നേരിട്ട് കാണാനില്ല കേട്ടോ. കാരണം നമ്മൾ നല്ല ഒരു ക്ലൈമറ്റിലല്ലല്ലോ നമ്മൾ വന്നത്. അത്യാവശ്യം ചൂട് ടൈമിനായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിനാണെങ്കിൽ ഒട്ടും ക്ലാരിറ്റിയും കൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അത് പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അതിലൂടെ എനിക്ക് എവിടെ ഇപ്പോൾ നമ്മൾ വീട് മാറുന്നത് എനിക്ക് ഉറക്കം കിട്ടുകയില്ല, നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഒന്നിങ്ങനെ നടന്ന് ആസ്വദിക്കൽ എനിക്കുള്ളതാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ട് അപ്പോൾ അവിടെ നമുക്ക് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ബ്രെഡ്, പിന്നെ മുട്ട, ബട്ടർ, ജാം, പിന്നെ ഉപ്മാവ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലി എടുത്ത് കുറച്ച് ഉപ്മാവ് അവലിൻ്റെ എന്തോ ആണ്, എനിക്ക് വലിയ ഇഷ്ടമായില്ല. എടുത്ത് കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നായിപ്പോയി. പിന്നെ ഏലത്തോട്ടത്തിൻ്റെ ആ സൈഡ് ബാൽക്കണി സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയൊരു ഇത് പറയാനില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ഒട്ടും കഴിക്കാൻ പറ്റാത്ത ഇതൊന്നുമില്ല. എന്നാലും എനിക്കിഷ്ടമായി, ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി നന്നായിട്ട്. നമ്മളത് ആസ്വദിച്ച്. ഞാൻ പറയില്ലേ, സ്റ്റേജിൽ ട്രിപ്പ് അങ്ങനെ വരാത്തത് കൊണ്ടായിരിക്കും എനിക്ക് വലിയ ഇഷ്ടമായി. ഇപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇതുപോലത്തെ ട്രിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം. അപ്പോൾ നമ്മൾ ഒരു 9:30 മണിയായപ്പോഴത്തേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡിയായി പോവാണ് കേട്ടോ. അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ പകൽവെട്ടത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാം ജസ്റ്റ് വീക്ഷിച്ച് നമ്മൾ ആ പൂളിൻ്റെ സൈഡൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. രാവിലെ പൂളിലൊന്നും ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. കാരണം ഭയങ്കര ഒരു ഹറിബറി പോലെ ആയി. ഒന്നാമത് ഉറക്കം കിട്ടാത്തൊരു തലവേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ല, ശരിക്കും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് റിസോർട്ടും അവിടെ തൊട്ടടുത്ത് തന്നെ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനെ അവിടെ അതുവഴി ഇങ്ങനെ ജസ്റ്റ് നടന്നെല്ലാം നോക്കുക കേട്ടോ. പക്ഷെ ഇങ്ങനെ അതൊക്കെ കാണാനൊക്കെ നല്ലൊരു പച്ചപ്പ് ഇതൊക്കെ ഉള്ളതുകൊണ്ടേ എന്താ പറയുക, നല്ല ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു ഉച്ച സമയം ആകുമ്പോഴാണ് നിൽക്കാൻ പറ്റാത്തൊരു വെയിലും ചൂടും കാര്യങ്ങളൊക്കെ.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ എൻ്റെ മിസ്സായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. പിന്നെ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴേ അല്ലറ ചില്ലറ പർച്ചേസിങ്ങിനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ബാഗ്, അങ്ങനെ ക്യാപ്പ്, പിന്നെന്താണ് കുറച്ച് കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളും അതിനൊക്കെ ആയിട്ട് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഇറങ്ങി. പിന്നെ എക്കോ പോയിൻ്റൊക്കെ പോകാൻ വിചാരിച്ചപ്പോഴത്തേക്കും വലുതായിട്ടൊന്നും കാണാനില്ല. അതൊക്കെ നമ്മൾ മുമ്പ് എപ്പോഴും വരുമ്പോഴൊക്കെ കാണുന്നതാണ്. അപ്പം നേരത്തെ തന്നെ സ്കൂട്ടാവാമെന്ന് വിചാരിച്ചിട്ട് നമ്മളപ്പോൾ പോവാണ് കേട്ടോ. ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ തീരുമാനിച്ച്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈഡിലോട്ട് അങ്ങനെ നടക്കുകയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ ഇതിൽ സ്കിപ്പ് ചെയ്തും കട്ട് ചെയ്തൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.